ഇനി നമ്മൾ പോകുന്നത് വടകര സ്റ്റേഷനിലെ SIയെ തേടിയാണ്. എന്തിനാണെന്നല്ലേ? ദാ കണ്ടോളൂ. വടകര സ്റ്റേഷനിലെ SI മഹേഷിനെ തേടി ഒരു വാട്സാപ്പ് സന്ദേശമെത്തി. ഒരു ഹൃദയസ്പർശിയായ നന്ദി വാചകം. വടകര ദേശീയപാതയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട ഇരിങ്ങൽ കോട്ടക്കുന്നിലെ ബബിലേഷിന്റെ ഭാര്യ റീമയാണ് ഭർത്താവിന്റെ ഘാതകരായ പ്രതികളെ പിടികൂടിയ അന്വേഷണ ഉദ്യോഗസ്ഥന് വാട്സാപ്പ് സന്ദേശം അയച്ചത്. ആ കാഴ്ചയിലേക്ക്. ഹൃദയവേദനയിൽ അവൾ എഴുതി, നന്ദി എന്ന ഒറ്റ വാക്കിൽ ഒതുങ്ങില്ല, എന്നാലും നന്ദി. എന്റെ മുത്തേട്ടന് നീതി നേടിക്കൊടുത്തത് ഒരിക്കലും മറക്കില്ല. എന്നെപ്പോലെയുള്ള പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാറിന്റെ കൈകൾക്ക് കരുത്തുണ്ടാവട്ടെ. തന്റെ പ്രിയതമനായ ഇരിങ്ങൽ സ്വദേശി ബബിലേഷിന്റെ മരണത്തിനിടയാക്കിയവരെ പിടികൂടിയതിന്റെ നന്ദിയും സന്തോഷവുമായിരുന്നു ഭാര്യ റീമയുടെ ആ വാചകങ്ങൾ. പക്ഷെ എനിക്കത് സാറോടുള്ള നന്ദി എനിക്ക് വാക്കുകൂടി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇനി അങ്ങോട്ടും ഒളിഞ്ഞിരിക്കുന്ന പ്രതിനെ മുന്നിൽ കൊണ്ടുവരണം. എവിടെന്നെങ്കിലും അവരിത് കാണുന്നുണ്ടെങ്കിൽ. 2023 ഡിസംബർ 19 വടകര ആശാ ഹോസ്പിറ്റലിന് മുമ്പിൽ ദേശീയപാതയിൽ വെച്ചാണ് ബബിലേഷ് മരണപ്പെടുന്നത്. ചോമ്പാലിൽ നിന്ന് വടകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബബിലേഷിന്റെ ബൈക്കിൽ മാഹി ഭാഗത്തേക്ക് പോകുന്ന കാർ അമിത വേഗതയിൽ വന്നിടിക്കുകയും ഇദ്ദേഹം ലോറിക്കടിയിലേക്ക് തെറിച്ചു വീണ് മരിക്കുകയുമുണ്ടായി. അപകടത്തിനിടയാക്കിയ കാർ നിർത്താതെ പോയി. ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ കടകളുടെ മുൻഭാഗം പൊളിച്ചു നീക്കിയതിനാൽ വടകരയിൽ പലയിടത്തും CCTVകൾ പ്രവർത്തിച്ചിരുന്നില്ല. അന്വേഷണം വഴിമുട്ടുമെന്ന സാഹചര്യത്തിലാണ് പ്രദേശത്തെ 50-ലധികം ക്യാമറകളുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചും അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ ഫോറൻസിക് പരിശോധന നടത്തിയും 6 മാസത്തിനുള്ളിൽ പോലീസ് പ്രതിയായ ചാലക്കുടി സ്വദേശി ദിനേശിനെ തിരിച്ചറിയുന്നത്. വണ്ടിയിൽ സൈലൻസറിൽ പിന്നെ ചെറിയൊരു പെയിൻറ്റ് കണ്ടു. ആ പെയിൻറ്റ് കണ്ടപ്പോൾ സാറ് പറഞ്ഞു, എനിക്കൊരു പെയിൻറ്റ് കണ്ടിട്ടുണ്ട്, ഞാൻ അതൊന്നും അയക്കട്ടെ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് തെളിഞ്ഞു വരും എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ സാർ റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്ത് റിസൾട്ട് വന്ന സമയത്ത് സാർ അന്ന് സ്പോട്ടിൽ എന്നോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ട്, 2 സെയിമാണ്, ഞാൻ അവരെ വണ്ടീൻ്റെ ആളെ ഞാൻ ഇൻഫോം ചെയ്തിട്ട്, പക്ഷേ ആൾ ഇവിടെ സ്ഥലത്തില്ല. പിന്നെ അതിനുശേഷവും സാറ് അതിൻ്റെ വഴി തന്നെ നടന്ന് പിന്നെ ലാസ്റ്റാണ് ഇങ്ങനെ ആളെ കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറയുന്നത്. എന്നാൽ പ്രതി അതിനകം വിദേശത്തേക്ക് കടന്നിരുന്നു. ഓസ്ട്രേലിയയിലേക്ക് കടന്ന പ്രതിക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ അയച്ച സന്ദേശം ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ വലിയ കയ്യടിയാണ് നൽകുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.